വിശപ്പും ദാഹവും ക്ഷീണവും ഒറ്റയടിക്ക് പമ്പടക്കൊന്നും മാത്രമല്ല നമ്മുടെ അമ്മമാർക്ക് കുട്ടീസിന്റെ മുന്നിൽ സ്റ്റാർ ആവാനുള്ള ഒരു കിടിലൻ റെസിപ്പി ആട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവൽ മിൽക്കാണ്. അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്നത് മട്ട റൈസിൻ്റെ അവലാണ്, അതായത് ചുവന്ന അവൽ. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് പിടിച്ചാൽ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒട്ടും തന്നെ അടി കരിയാതെ നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം അവൽ വറുത്തെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയായി കിലുക്കില്ല എന്നുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് അവൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പാളയംകുടം പഴമാണ്. പാളയംകുടം പഴം തന്നെ നമ്മൾ ഇതിനെടുക്കണം കേട്ടോ, എന്നാലാണ് ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 4 പാളയംകുടം പഴം ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. കൂടുതലും മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 4 ടീസ്പൂൺ ഒരു മീഡിയം മധുരത്തിലുള്ള അളവാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂണ് കോർക്ക വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ പോസിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരച്ച് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉടച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ചേർക്കുന്നത് കാച്ചി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച 2 ഗ്ലാസ് പാലാണ് കേട്ടോ. നല്ല തണുത്ത പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കേണ്ടത് നമുക്ക് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് കേട്ടോ. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഒരു 50 ഗ്രാം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചതും, അത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. പിസ്ത ചേർക്കാം, അല്ലെങ്കിൽ ബദാമൊക്കെ ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അവൽ വറുത്തതും കൂടി മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവലിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലൊഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അവലിൻ്റെ ആ ക്രിസ്പിനെസ് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കഴിക്കണം കേട്ടോ. അപ്പോൾ തണുത്ത പാലും കപ്പലണ്ടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഈ വറുത്ത അവലും എല്ലാം കൂടി ചേർന്ന് നമുക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവലിൻ്റെ ക്രിസ്പിനെസ് പോവാതെ അവൽ അതിൻ്റെ ഇടയിൽ കിരികിരാന്ന് കടിച്ചാൽ അതുപോലെയാണ് നമ്മളിത് കഴിക്കേണ്ടത് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഒരു സെർവിങ് ബൗളിലോട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ടോ മാറ്റാം. ആദ്യം തന്നെ കുറച്ച് അവലിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് കപ്പലണ്ടി, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ അവൽ മിൽക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഐസ്ക്രീമൊന്നും എപ്പോഴും ഉണ്ടാകുന്നു വരില്ലല്ലോ. ഐസ്ക്രീമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഐസ്ക്രീം ഉണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് നമുക്ക് ഓരോ കപ്പ് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് അലങ്കരിച്ച് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഞാനിത് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഐസ്ക്രീം നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് വെക്കുന്നില്ല. നമ്മളിതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കപ്പലണ്ടിയും ഗ്രൗണ്ട് നട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് അവലും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയും അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് അലങ്കരിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അവൽ മിൽക്ക് പെട്ടെന്ന് തന്നെ തണുത്ത് പോകാതെ അവലൊക്കെ കുതിർന്ന് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കഴിക്കണം. നമുക്ക് നല്ലോണം വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം മാറിക്കിട്ടും കേട്ടോ. നമ്മുടെ കുട്ടീസൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ അമ്മമാർക്ക് കുട്ടീസിൻ്റെ മുന്നിൽ സ്റ്റാർ ആവാം കേട്ടോ. അപ്പോൾ നല്ലൊരു കിടിലൻ ഒരു റെസിപ്പിയാണിത്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമും കൂടി വെച്ചാൽ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാവും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണല്ലോ. അപ്പോൾ നല്ല തണുപ്പിച്ചെടുത്ത പാലും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ റോസ് അവലും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ടും റോസ്റ്റ് ചെയ്ത ഗ്രൗണ്ട് നട്ടും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു കോംബോ ബെസ്റ്റ് കോംബോ ആണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇട്ടേക്കണം കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും പോകരുത്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.